ഹായ് എവ്രിവൺ. RRB ALP ടെക്നീഷ്യൻ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട പക്ഷെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക് പഠിക്കാൻ പോവുകയാണ്. ട്രാൻസ്പോർട്ട് ആൻഡ് എക്സ്ക്രീഷൻ, അതായത് സംവഹനവും വിസർജനവും. ഉറപ്പാണ് ഈ ഒരൊറ്റ ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ആ ഒരു ആവേശത്തോടെ നമുക്ക് തുടങ്ങിയാലോ? ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരൊറ്റ കാര്യം, നിങ്ങൾ ശരിക്കും ഈ റെയിൽവേ പരീക്ഷ പാസ്സാവാനും ഇതുപോലെ മുഴുവൻ സിലബസും സിമ്പിളായി പഠിച്ചു തീർക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. നമ്മുടെ ശരീരമെന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു വലിയ മെട്രോ സിറ്റിയാണ്. ഈ സിറ്റിയിലെ ഓരോ സിറ്റിസനും, അതായത് നമ്മുടെ ഓരോ സെല്ലിനും ജീവിക്കാൻ ഓക്സിജൻ, ഫുഡ്, വെള്ളമൊക്കെ കൃത്യസമയത്ത് എത്തിക്കണം. അതുപോലെ അവരുണ്ടാക്കുന്ന വേസ്റ്റ്, അതായത് മാലിന്യങ്ങൾ കറക്റ്റായി കളക്ട് ചെയ്ത് പുറത്തു കളയുകയും വേണം. ഈ ഡെലിവറിയും ക്ലീനിങ്ങും ഒരു സെക്കൻഡ് പോലും നിർത്തിയാൽ ആ സിറ്റി നശിച്ചുപോകും. ഇതേ പരിപാടിയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ജീവന്റെ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അടിപൊളി AI പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ്. ഇത് ഓരോ കോൺസെപ്റ്റും നിങ്ങൾക്ക് വളരെ ക്ലിയറായി മനസ്സിൽ പതിയുന്ന രീതിയിൽ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റോഡ് മാപ്പ്. ആദ്യം നമ്മൾ നമ്മുടെ ബോഡിയിലെ സൂപ്പർ ഹൈവേയെപ്പറ്റി, അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തെപ്പറ്റി പഠിക്കും. പിന്നെ പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡും വെള്ളവും കൊണ്ടുപോകുന്നതെന്ന് നോക്കും. അതിനുശേഷം നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് മാനേജ്മെന്റ് ടീമിനെ പരിചയപ്പെടും. പിന്നെ എക്സാമിന് വന്ന കുറച്ച് പഴയ ചോദ്യങ്ങളും ചെയ്തു നോക്കും. അവസാനം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴികളും പറഞ്ഞുതരും. അപ്പോ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, ദ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. നമ്മുടെ ആ വലിയ സിറ്റിയിലെ, അതായത് ശരീരത്തിലെ അതിവേഗ ഡെലിവറി നെറ്റ്വർക്ക്. ഈ ഡെലിവറി നെറ്റ്വർക്കിന്റെ ഹെഡ് ഓഫീസാണ് നമ്മുടെ ഹൃദയം, എ പവർഫുൾ പമ്പ്. ഇതൊരു സാധാരണ പമ്പല്ല, 4 അറകളുള്ള, അതായത് 4 ചേമ്പേഴ്സ് ഉള്ള ഒരു ഡബിൾ പമ്പാണ്. എന്തിനാണിങ്ങനെ 4 അറകൾ? ഓക്സിജൻ നിറഞ്ഞ ശുദ്ധരക്തവും, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡും, കാർബൺ ഡയോക്സൈഡ് ഉള്ള അശുദ്ധരക്തവും, ഡീഓക്സിജനേറ്റഡ് ബ്ലഡും തമ്മിൽ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയാണിത്. നമുക്കെപ്പോഴും ഒരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ നിലനിർത്താനും ഒരുപാട് എനർജി ആവശ്യങ്ങൾ നിറവേറ്റാനും ഈ ഒരു ഡിസൈൻ അത്യാവശ്യമാണ്. ഈ നമ്പർ 4 ഇതങ്ങ് മനസ്സിലുറപ്പിച്ചേക്കണം. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം. മുകളിലെ 2 അറകളെ ഏട്രിയ എന്നും താഴെയുള്ള കുറച്ചുകൂടി മസിൽ പവർ കൂടിയ 2 അറകളെ വെൻട്രിക്കിൾസ് എന്നും പറയുന്നു. എക്സാമിന് സ്ഥിരം വരുന്ന ഒരു ബേസിക് ചോദ്യമാണിത്, മറന്നുപോകരുത്. ഇനി ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഒരു ഫുൾ റൗണ്ട് അടിക്കാൻ ബ്ലഡ് ഹൃദയത്തിലൂടെ 2 തവണ കടന്നുപോകും. ഇതിനെയാണ് ഡബിൾ സർക്യുലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ 2 സർക്യൂട്ട് ഉണ്ട്. ഒന്ന് പൾമോണറി സർക്യൂട്ട്, അതായത് ഹൃദയത്തിൽ നിന്ന് അശുദ്ധരക്തം ലങ്സിലേക്ക് പോകുന്നു, അവിടെ വെച്ച് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് ഹൃദയത്തിലെത്തുന്നു. 2 സിസ്റ്റമിക് സർക്യൂട്ട്. ഹൃദയത്തിൽ നിന്ന് ഈ ശുദ്ധരക്തം ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും പോകുന്നു, അവിടെ നിന്ന് അശുദ്ധമായി തിരിച്ച് ഹൃദയത്തിലെത്തുന്നു. എന്തിനാണിങ്ങനെയൊരു സിസ്റ്റം? സിമ്പിളായി പറഞ്ഞാൽ, നമുക്കെപ്പോഴും എനർജറ്റിക് ആയിരിക്കാനും ഉയർന്ന മെറ്റബോളിസം നിലനിർത്താനും ഈ ഡബിൾ സർക്കുലേഷൻ കൂടിയേ തീരൂ. ഇനി നമ്മുടെ സൂപ്പർ ഹൈവേയിലെ റോഡുകളെ പരിചയപ്പെടാം. ആർട്ടറീസ്, വെയിൻസ്. ഇവ തമ്മിലുള്ള വ്യത്യാസം ഉറപ്പായും അറിഞ്ഞിരിക്കണം. ആർട്ടറീസ് ഹൃദയത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഓർക്കാൻ ഒരു കോഡുണ്ട്, A for arteries, A for away from the heart. ഹൃദയം നല്ല ശക്തിയിൽ പമ്പ് ചെയ്യുന്നതുകൊണ്ട് ഇവയിലൂടെ ഹൈ പ്രഷറിലാണ് ബ്ലഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഭിത്തികൾക്ക് നല്ല കട്ടിയുണ്ട്. എന്നാൽ വെയിൻസ് രക്തത്തെ ബോഡിയുടെ പല ഭാഗങ്ങളിൽ നിന്നും തിരികെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതിൽ പ്രഷർ കുറവായതുകൊണ്ട് ഭിത്തികൾക്ക് കനം കുറവാണ്. പിന്നെ ബ്ലഡ് പിന്നോട്ട് ഒഴുകിപ്പോവാതിരിക്കാൻ ഇതിനകത്ത് വാൾവുകളുമുണ്ട്. ഇനിയാണ് എക്സാമിന് നിങ്ങളെ കൺഫ്യൂഷനാക്കുന്ന ഒരു പോയിന്റ്. ശ്രദ്ധിച്ചു കേട്ടോണം. സാധാരണയായി ആർട്ടറീസ് ശുദ്ധരക്തമാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരേ ഒരു എക്സെപ്ഷനുണ്ട്, അതാണ് പൾമനറി ആർട്ടറി. പേരിൽ ആർട്ടറി എന്നുണ്ടെങ്കിലും ഇത് അശുദ്ധരക്തത്തെയാണ് ഹൃദയത്തിൽ നിന്ന് ലങ്സിലേക്ക് പ്യൂരിഫൈ ചെയ്യാൻ കൊണ്ടുപോകുന്നത്. ഇതൊരു സ്റ്റാർ ഇട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇതൊരു സ്ഥിരം ചോദ്യമാണ്. ഇനി ബ്ലഡിലെ മറ്റ് 2 ഹീറോസിനെ പരിചയപ്പെടാം. പ്ലേറ്റ്ലെറ്റ്സ്. നമ്മുടെ കയ്യിലൊരു മുറിവുണ്ടായാൽ എന്ത് സംഭവിക്കും? കുറച്ചു കഴിഞ്ഞ് ബ്ലഡ് വരുന്നത് നിൽക്കും, അല്ലേ? അത് ചെയ്യുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇവർ
അവിടെ ഒരു നെറ്റ് പോലെ പ്രവർത്തിച്ച് രക്തം കട്ടപിടിക്കാൻ, അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. അടുത്തയാളാണ് ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കളിൽ, അതായത് റെഡ് ബ്ലഡ് സെൽസിൽ കാണുന്ന ഈ റെഡ് കളറുള്ള പുള്ളിയാണ് ഓക്സിജന്റെ ടാക്സി. ലങ്സിൽ നിന്ന് ഓക്സിജനെ കയറ്റി ബോഡിയിലെ എല്ലാ സെല്ലുകളിലും എത്തിക്കുന്നത് ഈ ഹീമോഗ്ലോബിനാണ്. ഓക്കെ, അപ്പം മനുഷ്യരുടെ കാര്യം നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് പ്ലാന്റ്സിന്റെ ലോകത്തേക്കൊന്ന് പോയി നോക്കാം. അവർക്ക് ഹൃദയവും രക്തവും ഒന്നുമില്ലല്ലോ, പിന്നെങ്ങനെയാണ് ഈ ഡെലിവറി നടക്കുന്നത്? അവർക്ക് അതിനായി അടിപൊളിയായിട്ടുള്ളൊരു പ്ലംബിംഗ് സിസ്റ്റം തന്നെയുണ്ട്. പ്ലാന്റ്സിലെ പ്രധാനപ്പെട്ട 2 പൈപ്പുകളാണ് സൈലേമും ഫ്ലോയവും. സിമ്പിളായിട്ട് പറഞ്ഞാൽ, സൈലം എന്ന് പറയുന്നത് ഒരു 1 വേ റോഡാണ്. വേരുകളിൽ നിന്ന് വെള്ളവും മിനറൽസും മുകളിലേക്ക്, ഇലകളിലേക്ക് മാത്രം കൊണ്ടുപോകുന്നു. പക്ഷെ ഫ്ലോയം ഒരു 2 വേ ഡെലിവറി സർവീസ് പോലെയാണ്. ഇലകളിൽ ഉണ്ടാക്കിയ ഫുഡ് ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും, മുകളിലേക്കും താഴേക്കും എത്തിക്കുന്നു. ഈ കാണുന്ന ടേബിൾ നിങ്ങളുടെ റിവിഷന് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും. വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. നോക്കൂ, സൈലം വെള്ളവും മിനറൽസും മുകളിലേക്ക് മാത്രം കൊണ്ടുപോകുന്നു. ഈ പ്രോസസ്സിനെ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നു. അതായത് ഇലകളിൽ നിന്ന് വെള്ളം നീരാവിയായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിവ് കാരണമാണ് വെള്ളം മുകളിലേക്ക് കയറുന്നത്. ഫ്ലോയമാണെങ്കിൽ ഭക്ഷണത്തെ 2 ഡയറക്ഷനിലേക്കും കൊണ്ടുപോകുന്നു. ഈ പ്രോസസ്സിന്റെ പേരാണ് ട്രാൻസ്ലൊക്കേഷൻ. ഈ 2 വാക്കുകളും, ട്രാൻസ്പിറേഷനും ട്രാൻസ്ലൊക്കേഷനും, തമ്മിൽ മാറിപ്പോകരുത്. ശരി, നമ്മൾ തുടങ്ങിയ ആ സിറ്റിയിലേക്ക് തിരിച്ചു വരാം. സാധനങ്ങൾ എത്തിച്ചാൽ മാത്രം പോരല്ലോ, അല്ലേ? അവിടുത്തെ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യണ്ടേ? അതിനാണ് നമ്മുടെ ബോഡിയിൽ ഒരു സൂപ്പർ ക്ലീനിംഗ് ടീം ഉള്ളത്, വിസർജന വ്യവസ്ഥ, ദി എക്സ്ക്രീറ്ററി സിസ്റ്റം. ഈ ക്ലീനിംഗ് ടീമിന്റെ ഹെഡാണ് നമ്മുടെ കിഡ്നി, എ പെയർ ഓഫ് കിഡ്നീസ്. ഇവ നമ്മുടെ ബോഡിയിലെ സൂപ്പർ സ്മാർട്ട് ബ്ലഡ് ഫിൽട്രേഷൻ പ്ലാന്റുകളാണ്. ഓരോ നിമിഷവും നമ്മുടെ രക്തം മുഴുവൻ ഇതിലൂടെ ഫിൽട്ടർ ചെയ്യുകയും യൂറിയ പോലുള്ള ടോക്സിക് വേസ്റ്റുകളെ അരിച്ചു മാറ്റുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വാക്ക് ഈ ടോപ്പിക്കിലെ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് നെഫ്രോൺ, കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ്, അതായത് കിഡ്നിയുടെ അരിപ്പ. ലക്ഷക്കണക്കിന് ഇത്തരം മൈക്രോസ്കോപ്പിക് ഫിൽറ്ററുകൾ ചേർന്നാണ് ഒരു കിഡ്നി ഉണ്ടാകുന്നത്. ഇവയുടെ പണി അത്ഭുതമാണ്. രക്തത്തിലെ വേസ്റ്റ് അരിച്ചുമാറ്റുന്നതോടൊപ്പം ശരീരത്തിന് വേണ്ട വെള്ളം, ഗ്ലൂക്കോസ്, സോൾട്സ് ഒക്കെ തിരികെ രക്തത്തിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും. നെഫ്രോൺ, ഈ വാക്കു മനസ്സിൽ പതിപ്പിച്ചോളൂ, എക്സാമിന് ഉറപ്പാണ്. ഇനിയിപ്പോ ഒരാളുടെ കിഡ്നി ഫെയിലിയർ ആയാലോ? അപ്പോഴാണ് നമ്മൾ ഡയാലിസിസ് എന്നതിനെപ്പറ്റി കേൾക്കുന്നത്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി, ഒരു മെഷീൻ ഉപയോഗിച്ച് ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്ന പ്രോസസ്സാണിത്. ഇത് ഈ ടോപ്പിക്കിന്റെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ തിയറിയൊക്കെ പഠിച്ചു. ഇനി ഇതൊക്കെ എക്സാമിന് എങ്ങനെയാ ചോദിക്കുന്നതെന്ന് നോക്കണ്ടേ? നമ്മൾ പഠിച്ചത് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യം 2018 RRB ALP പരീക്ഷയിൽ ചോദിച്ചതാണ്. സൈലം ഇൻ പ്ലാന്റ്സ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ്. പ്ലാന്റ്സിലെ സൈലം എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് സഹായിക്കുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. കിട്ടിയോ? അതെ, കറക്റ്റ് ആൻസർ വാട്ടറാണ്, വെള്ളവും മിനറൽസും. അടുത്ത ചോദ്യം 2019 RRB JEE പരീക്ഷയിലേതാണ്? ദ ഫിൽട്രേഷൻ യൂണിറ്റ് ഓഫ് ദ കിഡ്നി ഇസ് കോൾഡ്. കിഡ്നിയുടെ ഫിൽട്രേഷൻ യൂണിറ്റിന്റെ പേരെന്താണ്? ഞാൻ പ്രത്യേകം ഓർക്കാൻ പറഞ്ഞ വാക്ക് ഓർമ്മയില്ലേ? അതെ, ഉത്തരം നെഫ്രോൺ. സിമ്പിൾ അല്ലേ? ഇതാണ് മറ്റേ ട്രിക്ക് ചോദ്യം. 2016 NTPC പരീക്ഷയിൽ വന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ലങ്സ് ടു ദ ഹാർട്ട്? ലങ്സിൽ നിന്ന് ഹൃദയത്തിലേക്ക് ശുദ്ധരക്തം കൊണ്ടുപോകുന്നത് ഏതാണ്? ഓർക്കുക, പൾമിനറി ആർട്ടറി ഒരു എക്സെപ്ഷനാണെന്ന് നമ്മൾ പഠിച്ചു. അത് അശുദ്ധരക്തം കൊണ്ടുപോകുന്നു. അപ്പോ അതിന് നേരെ ഓപ്പോസിറ്റ്, പൾമിനറി വെയിനാണ് ശുദ്ധരക്തത്തെ ലങ്സിൽ നിന്ന് തിരിച്ചു ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത്. ഇതുമൊരു എക്സെപ്ഷനാണ്, മറക്കരുത്. ഗ്രേറ്റ്, എല്ലാവരും നന്നായി തന്നെ ആൻസർ ചെയ്തു. പക്ഷേ പഠനം ഇവിടെ തീരുന്നില്ല. നിങ്ങളുടെ പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാനും വിജയം ഉറപ്പിക്കാനുമുള്ള ചില വഴികളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കായി ഒരു ഫ്രീ സ്റ്റഡി കിറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇന്ററാക്റ്റീവ് ക്വിസസ് പ്രാക്ടീസ് ചെയ്യാം. ഇത് നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർക്കാൻ സഹായിക്കുന്ന ക്രിയേറ്റീവായ ഓഡിയോ ക്ലാസുകളും അവിടെ ഫ്രീ ആയി കിട്ടും. യാത്ര ചെയ്യുമ്പോഴോ വെറുതെയിരിക്കുമ്പോഴോ ഒക്കെ ഇത് കേട്ട് റിവൈസ് ചെയ്യാം. ഇതിനെല്ലാമുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുമാത്രമല്ല, പഠിക്കുമ്പോൾ എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. RRBJ, NTPC, ഗ്രൂപ്പ് D, ടെക്നീഷ്യൻ, പോളിടെക്നിക് കോഴ്സുകൾ തുടങ്ങി എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ക്ലാസുകൾ എല്ലാ ഭാഷകളിലും നമ്മൾ കൊണ്ടുവരും.
നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനുമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കൂടുതൽ ക്ലാസുകൾ കൊണ്ടുവരാനുള്ള ഊർജം. അപ്പോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ആത്മാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനും സ്റ്റഡി ഗ്രൂപ്പുകളിലും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അറിവ് നമ്മൾ പങ്കുവെക്കുമ്പോഴാണല്ലോ അത് കൂടുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.